സമാജമുഖമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഈ പ്രവർത്തനത്തിലെ ഏറ്റവും മുഖ്യകാരികളായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശുചിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ മുഷിപ്പിക്കാത്ത കാര്യത്തിലേക്ക് കടക്കാണ്. എൻ്റെ പേര് റഹിമെന്നാണ്, അബ്ദുൾ റഹീം എന്ന് പറയും. ഞാൻ ഈ നാട്ടിൽ ആദ്യമായി ഇങ്ങനെ ഒരു മൈക്കുമായിട്ടാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ദേഷ്യമൊന്നും എന്നോട് തോന്നണ്ടില്ല. മാലിന്യമുക്തമാണ് നമ്മുടെ വിഷയം. ബഹുമാനപ്പെട്ട സെക്രട്ടറി സാർ വളരെ കൃത്യമായിട്ട് നല്ല ശ്രദ്ധയോടെ നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഏകദേശം രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് കൂടാതെ നമുക്ക് ഇനി എന്തായിരിക്കും ഇനി അടുത്ത സെക്ഷനിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. കൂട്ടായിട്ട് ചെയ്യാം, പിന്നെ നിർബന്ധപൂർവ്വം ചെയ്യാൻ പറ്റും അല്ലേ? ഒരു നിയമം പാസ്സാക്കി നോക്കുക, എല്ലാവരും തെങ്ങേക്കാരാണ്, എല്ലാവർക്കും തെങ്ങേക്കാരാണ്. കേരള സർക്കാർ നിയമം പാസ്സാക്കി കൊണ്ട് നോക്കാം, ഇതിൻ്റെ ഒരു ഓർഡർ വയ്ക്കുക, എല്ലാവർക്കും തെങ്ങേക്കാരാണ്. ആരാ തെങ്ങേക്കുന്നത്? ആരാ തെങ്ങേക്കുന്നത്? തെങ്ങൊക്കെ ഏറ്റവും അറിയാവുന്നവർ മാത്രമേ തെങ്ങേക്കുള്ളൂ. നമുക്ക് രണ്ട് ദുരന്തങ്ങളുണ്ട്. ഒന്ന് പ്രകൃതി ദുരന്തം, നമ്മൾ വർഷാവർഷം ഇങ്ങനെ വരുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് നമ്മൾ വെച്ച് തീർക്കുന്നതാണ്. കുറേയൊക്കെ അത് മറ്റു കാലാവസ്ഥയും മറ്റുമായിട്ട് കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് അത് അങ്ങനെയൊക്കെ വരുന്നു. മറ്റൊരു ദുരന്തം ഇപ്പം നമുക്ക് ഏറ്റവും മുമ്പിലുള്ള ഇപ്പം ദുരന്തം ഇവിടെ കൂടിയിരിക്കുന്ന ഒരു നേതാണ് മാലിന്യം. ഇതൊരു 10-15 കൊല്ലത്തിന് മുമ്പ് ആരെങ്കിലും ചിന്തിച്ചൊരു കാര്യമായിരുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ പ്രോജക്റ്റ് വെക്കുന്ന കാലത്ത് ഒരു 15 കൊല്ലത്തിന് മുമ്പ് ഇങ്ങനെ ഒരു സംഗതി ഇല്ലായിരുന്നു. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് വേണ്ടിയിട്ട് പ്രോജക്റ്റ് വെക്കുന്ന പരിപാടി ഇല്ലായിരുന്നു. 97 മുതൽ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഞാൻ അതുകൊണ്ടാണ് കണ്ടിട്ടില്ല. എന്തുകൊണ്ട് ഇപ്പോൾ ഇതിങ്ങനെ കാണേണ്ടി വന്നു? കാരണം നമ്മുടെ പ്രവർത്തി മൂലം അല്ലെങ്കിൽ നമ്മൾ അന്യഗ്രഹ ജീവികളൊന്നും അവിടെ കൊണ്ടൊന്നും ഒരു മാലിന്യവും വെക്കുന്നില്ല. ശുക്രനിൽ നിന്ന് ചന്ദ്രനിൽ നിന്നോ ചൊവ്വായിൽ നിന്ന് ഒരുത്തരും ആരും വന്ന് ഇവിടെ ഒരു മാലിന്യം ഇട്ടിട്ട് പോകുന്നില്ല. ഉണ്ടാക്കുന്ന ആരാ? നമ്മൾ തന്നെ. കോടതി ഇടപെട്ടപ്പോഴാണ് ഇപ്പൊ ഈ കുരിശ് നമ്മൾക്ക് അതല്ലേ കുരിശെന്നൊക്കെ അവരും പറയുക. പലയിടത്തും പറയുമ്പോൾ ചില പഞ്ചായത്ത് തലപ്പെടുത്തിട്ട് നമ്മളുമായിട്ട് സംസാരിക്കുന്നവർക്ക് അപ്പൊ ഇപ്പൊ മരുന്ന് കാശ് മുഴുവൻ അതിന് വെക്കാൻ നേരമുള്ളതാണ്. എന്തുകൊണ്ട് ഇതുണ്ടായി? നമ്മളൊരിപ്പം പുറകോട്ട് ചിന്തിക്കേണ്ടി വരും. പണ്ടൊക്കെ നമ്മുടെ ഇടങ്ങളിൽ ഇത്രത്തോളം പ്രശ്നങ്ങളില്ലായിരുന്നു ഇല്ലേ? ആളുകളുടെ എണ്ണം കൂടി, നമ്മുടെ ആവശ്യങ്ങൾ കൂടി, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും മണ്ണിലേക്ക് ജയിച്ച് ചേരാത്ത സാധനങ്ങളായിട്ട് വന്നതുകൊണ്ട് നമുക്കത് അവിടെ ഇടയിട്ട് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതെല്ലാം കൂടി വന്നപ്പോഴത്തേക്ക് ആ പോലെ ഇതൊരു വലിയ പ്രശ്നമായിരുന്നു, ഒരു ദുരന്തമായിട്ടുണ്ട്. അങ്ങനെ ദുരന്തമായിട്ട് വന്നപ്പോഴത്തേക്ക് ഇത് നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് മര്യാദയ്ക്കൊന്നും പറയാൻ പറ്റിയതാതെ വന്നതുകൊണ്ട് കോടതി ഇടപെടേണ്ടി വന്നു. നമ്മളോട് കോടതി പറയുന്നുണ്ടോ പല്ല് തേക്കരുത്, തേക്കണമെന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ, പറയുന്നില്ല. കാരണം കോടതി അതിനകത്ത് ഇടപെട്ടിട്ടില്ല. കുളിക്കണമെന്ന് പറയുന്നുണ്ടോ? അതുമില്ല. മറ്റു കാര്യങ്ങളെങ്കിലും കോടതി ഇടപെട്ടിട്ടുണ്ട് അല്ലേ? നമ്മളതൊക്കെ ചെയ്യുന്നത് അത് നമ്മുടെ സ്വന്തം ആവശ്യം. അതുപോലെ ഒരു തോന്നൽ ഈ കാര്യത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ എനിക്കിരിക്കുന്ന കേൾക്കുന്ന നമുക്കും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തകരെ എല്ലാവർക്കും, വീട്ടിലുള്ളവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ മാറ്റം എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായൊരു മാറ്റത്തിന്റെ അടിത്തറ ഭാഗമാണ് നമുക്ക് ചെയ്യേണ്ടത്. കേരളം ഒരുപാട് സംസ്കാര സമ്പന്നരായിട്ടുള്ള ആളുകളുടെ സ്ഥലമാണ്. എല്ലാ കാര്യങ്ങളിലും മുമ്പിലാണ് നിൽക്കുന്നത്. എല്ലാം ഒന്നാന്ന് പറഞ്ഞിരിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ പുറകെ 24 കുട്ടികളുണ്ട്. അതായത് മക്കളുള്ള സ്റ്റുഡൻസ് ആണും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അവരിവിടെ വന്നിങ്ങനെ കറങ്ങുന്നു. പിന്നെ കോട്ടയത്തിൽ താമസം 15 ദിവസമൊക്കെ ഉണ്ടായിരുന്നു. 15 ദിവസം ഞാൻ അവരുടെ എനിക്ക് പോകേണ്ടി വന്നു. അവർ പോകുന്ന സമയത്ത് അവരുടെ റൂമുകളിൽ കളക്ട് ചെയ്ത് വെക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ, സോപ്പ് ലേസിന്റെ കുപ്പികളെല്ലാം കൂടെ അവിടെ കെട്ടി വെച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇത് എവിടെയാണ് ഞങ്ങൾ കൊണ്ടുവരേണ്ടത്? സത്യത്തില് ഒരു 10 കൊല്ലം മുമ്പാണെന്ന് സംഭവം. അന്ന് അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഈ കുപ്പികൾ കൊണ്ട് വരുന്ന ഒരു കാര്യം ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഡോക്ടർ ചിലപ്പോൾ ഗവൺമെന്റ് ഡയറക്ടറെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ വിഷയമാണ്. അപ്പം പറയും സാധനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ കഴിയുന്ന നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു കാര്യമുണ്ട്. അവരുടെ നാടുകളിലെ സംസ്കരിക്കുന്ന രീതിയും കാര്യമാണ്. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെ സൃഷ്ടിച്ചാൽ വാഹനം നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അതിനകത്ത് കൂടെ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പല കഥയൊക്കെ എപ്പോൾ ആലോചിക്കാം, എത്രത്തോളം നമ്മൾ മുമ്പിലാണ് നമ്മൾ എങ്ങോട്ടാണ് ഇത് കുറ്റം പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇവിടെ ഉൾപ്പെടുത്തിയായിട്ട് പറയുന്നത്. ഇനി നമ്മളുടെ ഈ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമുക്കൊന്ന് വിലയിരുത്താം. നമ്മുടെ സെക്രട്ടറി ഗവൺമെന്റ് സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ അതുമായിട്ടൊന്ന് ബന്ധപ്പെട്ടൊന്ന് നോക്കാം. സമ്പൂർണ്ണത
എത്തിയോ? 100% കണക്ഷൻ നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല. സാറേ ഇല്ല. യൂസർ ഫീ 68 സംതിങ് ആണ്. ഞാൻ കുറ്റം പറയുന്നത് നമ്മൾ എത്തേണ്ടിയിരുന്ന എവിടെയാണ് എത്തേണ്ടത്? 100% അല്ലേ? അതായത് യൂസർ ഫീ നിങ്ങൾ ആരും കൊടുക്കണ്ട, ഞാൻ അങ്ങനെ പറയണ്ട. ഈ മാലിന്യം നിങ്ങൾ ഉണ്ടാക്കേണ്ട, അത് തീർന്നില്ല. അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. നമുക്ക് നിശ്ചയം ഇത് ഉപയോഗിക്കാൻ പറ്റും. എങ്കിലും അങ്ങനെയാണെങ്കിൽ അത് സംഭരിച്ച് എത്തേണ്ടതെങ്കിൽ അത് എത്തിക്കണ്ടേ? അതിനെ ഒന്ന് മാറ്റം ചെയ്യണമല്ലോ, വേണം. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളോട് വരുമ്പോൾ തിരിച്ചോണ്ടിരിക്കും, ഈ സാധനത്തെ ഇവിടെ വെച്ചിട്ടുണ്ടോ, കഴിയൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകോ എന്ന് പറയാതെ എനിക്കിപ്പോൾ സംബന്ധിച്ച് ഇതൊക്കെ നേരത്തെ പറയാമെങ്കിൽ എന്നാണോ എന്ന് പറയുന്നത്? അല്ലല്ലോ. ഇത് ചിരിച്ചോണ്ടെങ്കിലും ഒന്ന്